to Vidya's vlog. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക വിളയിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള നല്ല ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ചക്കപ്പഴം വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചു. ഒരു 3 അച്ച് വെല്ലാണ് ഞാൻ എടുത്തത്. വെല്ലം പാനിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ അടി കട്ടിയുള്ളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കണം. ചട്ടി ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായപ്പോൾ അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ചക്ക ഇട്ട് വഴറ്റാം. ചക്ക ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നെയ്യ് കിടന്നിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചക്ക അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായി വാടി വന്ന് ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഇളക്കി. ശർക്കരപ്പാനി കിടന്നിട്ട് ഈ ചക്ക നന്നായി വഴണ്ട് മധുരമൊക്കെ പിടിച്ച് നന്നായി വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയും ചെറിയ ജീരകം കൂടി പൊടിച്ചതാണ് പഞ്ചസാര ഇട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ശർക്കരപ്പാനി കിടന്നിട്ട് നന്നായി വെന്ത് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുക്കി വെച്ചേക്കണ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇടാതെയും ഇങ്ങനെ വെച്ച് സ്റ്റോർ ചെയ്ത് അങ്ങനെ തിന്നാൻ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. തേങ്ങ ഇട്ടാലും 2-3 ദിവസമൊക്കെ ഇരിക്കും. തേങ്ങ ഇടാതെ വെച്ചാൽ കൂടുതൽ ദിവസം ഇരിക്കും. പിന്നെ നമ്മളിപ്പോൾ അട ഉണ്ടാക്കാനാണല്ലോ പോണേ, അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അടേൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക വിളയിച്ചത് ഇതിങ്ങനെയും കഴിക്കാം, നമുക്ക് അടയായി ഉണ്ടാക്കിയിട്ടും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ അട ഉണ്ടാക്കാൻ പോവുകയാണ്. ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലൊക്കെ നമുക്ക് അട ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് വെച്ചെടുക്കാം. പാത്രം എടുത്ത് അടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടി ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കി വയ്ക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കാനുള്ള ഇലയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പരത്തി ഉണ്ടാക്കാം. ഇത് വേവിക്കാനുള്ള വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം. അതുപോലെ ഇലയിലേക്ക് നമുക്കൊരു കൊഴുക്കട്ടേൻ്റെയൊക്കെ ചപ്പാത്തീൻ്റെ ഇതിനുള്ള മാവ് നമുക്ക് വെച്ച് പരത്തി കൊടുക്കാം. ത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ ചക്ക ത്തേക്ക് വെച്ച് കൊടുക്കാം. ചക്ക വിളയിച്ചത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിൽ വെച്ച് മടക്കിയിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.